നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളത്ത് തിയേറ്റർ ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ചങ്ങരംകുളം മാർസ് തിയേറ്ററിൽ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. തിയേറ്റർ ജീവനക്കാരനായ ചാലിശ്ശേരി സ്വദേശി അനന്തുവിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. കണ്ണിന് ഗുരുതര പരിക്കേറ്റ അനന്തുവിനെ ആദ്യം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം പ്രദർശനത്തിനു ശേഷം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയവരാണ് ജീവനക്കാരുമായി സംഘർഷത്തിലേർപ്പെട്ടത്. സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർക്ക് പോകാനുള്ള എക്സിറ്റ് വഴിയിലൂടെ ക്രമമായി പുറത്തേക്ക് പോകണമെന്ന ജീവനക്കാരന്റെ നിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്തെ 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആൽമരത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണു. വന്നപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിൽ നാട്ടുകാർ. ചാലിശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്തെ ഭീമൻ ആൽമരത്തിന്റെ പാതിഭാഗം അടർന്നു വീണു. 150-ലേറെ വർഷം പഴക്കമുള്ള ആൽമരമാണ് ഏതാണ്ട് മധ്യഭാഗത്തിലൂടെ രണ്ടായി പിളർന്നു വീണത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അഖില കേരള ടൂർണമെന്റുകൾ, കേരളോത്സവ മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, കായിക മത്സര പരിപാടികൾ എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് ആൽമരച്ചോട്ടിലെ മൈതാനത്ത് നടക്കാറുള്ളത്. പുലർച്ചെ 5 മണി മുതൽ തന്നെ ആൽമരച്ചൂടും മൈതാനവും നാട്ടുകാരാൽ സജീവമാകും. അതിരാവിലെ ആളുകളാരും ചുവട്ടിലില്ലാത്ത സമയത്തായിരുന്നു അപകടമെന്നതിനാൽ വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ഒരു നാടിന്റെ വളർച്ചയിലും സാംസ്കാരിക ഉന്നതിയിലും നൂറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ച ആൽമരത്തിന്റെ പതനം ഗ്രാമീണരിൽ പലരും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. ആൽമരം പിളർന്നു വീണതറിഞ്ഞ് കാലത്തു മുതൽ നിരവധി പേരും സ്ഥലത്തെത്തി. ക്ഷേത്രം തന്ത്രി സ്ഥലത്തെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നടപടി സ്വീകരിക്കൂവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 12 മണിക്ക് 1 മണിൻ്റെ ഉള്ളിലാണ് ആല് കാറ്റിന് പൊട്ടി വീണത്. അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ 10 മണിക്കും 8 മണിക്കും ഇവിടെ നിന്ന് കളിക്കുന്ന ഏരിയയാണിത്. രാത്രി 8 മണി വരെ കുട്ടികളൊക്കെ ഉണ്ടാവും ഇവിടെ. നല്ലൊരു ദുരന്തമാണ് ഒഴിവായത്. ഭഗവതിയുടെ സഹായം തന്നെയാണ്. 150ഓളം വർഷത്തോളം പഴക്കണ്ടെന്നിട്ടുള്ളതാണ് ഇവിടെ പഴമക്കാർ പറയണത്. ഈ ആലിന് ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ ഒരു കാലത്ത് തന്നെ 5 മണിക്കൊക്കെ വന്നിട്ട് കോച്ചിങ്ങും ഫുട്ബോൾ കോച്ചിങ്ങും ഒക്കെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ കുറേ വരാറുണ്ട്. പിന്നെ ഈ പരിസരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിസരമാണത് ഈ ആല് തന്നിട്ടുള്ളത്. ഇവിടെ കുറേ ആളുകൾ കളിച്ച് വളരെ ഒരാൾക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ രാത്രിയിൽ വീണിട്ടുള്ളത് വലിയൊരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. കാണാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അത്. തൃത്താല വെള്ളിയാങ്കല്ല് മംഗലത്ത് കടകളിലെ പൂട്ട് തകർത്ത് മോഷണം. ചൊവ്വാഴ്ച രാവിലെ കടയുടമ കട തുറക്കാൻ വന്നപ്പോഴാണ് കടയുടെ പൂട്ട് തകർത്തത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തൃത്താല പോലീസിൽ വിവരമറിയിച്ചു. പൂട്ട് തകർത്ത് മോഷ്ടാവ് കടയിൽ കയറിയെങ്കിലും കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി അന്വേഷണം ആരംഭിച്ചു. വനിതകൾ പ്രണയത്തേക്കാൾ വലുതായി സ്വാതന്ത്ര്യത്തെ കണ്ടാൽ മാത്രമേ വൈതരണികളില്ലാത്ത ജീവിതം സാധ്യമാകൂ എന്ന് എഴുത്തുകാരി NP സന്ധ്യ പറഞ്ഞു. ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വനിതാ വായനോത്സവത്തിൽ ആശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന കൃതി അധികരിച്ചു നടത്തിയ ഉദ്ഘാടന പ്രഭാഷണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രതിനിധി രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. സത്യൻ മാസ്റ്റർ, ശിവശങ്കരൻ മാസ്റ്റർ, സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുസ്തകങ്ങളുടെ ചർച്ചയും നടന്നു. സീത വിശുദ്ധയാണ് എന്ന് ലോകത്തിനു മുമ്പിൽ കാണിച്ച്, ലോകത്തിനു മുമ്പിലല്ല സത്യത്തിൽ ശ്രീരാമൻ കാണിക്കുന്നത്. രാമൻ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സീതയെ അഗ്നിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടെ തൊട്ട് രാമന് ഉള്ളിൽ സീതയെക്കുറിച്ച് ശങ്ക വന്നു എന്നാണ്. മാനഹാനിയാൽ, മാനഹേതുവാൽ ഉണ്ടാകുന്ന ആർത്തി എന്ന് വെച്ചാൽ ദുഃഖം, മാനത്തെ പ്രതിയുള്ള, അതായത് ഒരു പെണ്ണ് നീ മോശമാണ് എന്ന് ഒരു പെണ്ണിനെ കുറിച്ച് ഒരിക്കൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എത്ര മോശമില്ലാത്ത എത്ര നല്ല പെണ്ണാണെങ്കിലും ജീവിതകാലം മുഴുവൻ അവള് ആൾക്കാരുടെ മുമ്പിൽ മോശം തന്നെയാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KPSTA ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പട്ടാമ്പിയിൽ വെച്ചായിരുന്നു യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. KPSTA ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ വെച്ച് സർവീസിന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകിയത്. P. ഹരിഗോവിന്ദൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ട്രെയിനിങ് സ്കൂളുകളിൽ, ട്രെയിനിങ് കോളേജുകളിൽ 96% ട്രെയിനിങ് കോളേജുകളും ട്രെയിനിങ് സ്കൂളുകളും സ്വകാര്യ മേഖല
രാജ്യങ്ങളില്ല, ഇന്ത്യയിൽ 4% മാത്രമാണ്. അപ്പോൾ ഈ രാവിലെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, സാർ അതുകൊണ്ടല്ലേ ടെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ CBT ആദ്യം ടെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ ട്രെയിനിങ് പരീക്ഷയ്ക്ക് ശേഷം ടെറ്റ് നടത്തുന്നത്, എന്തുകൊണ്ട് അഡ്വാൻസ് ആയി ടെറ്റ് നടത്തുന്നില്ല? എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറഞ്ഞു അത് ആദ്യമല്ലേ വേണ്ടത്, അവസാനമല്ലല്ലോ. ആദ്യം നടത്തിയ എന്താ കുഴപ്പം? ഈ 96% സ്കൂളിൽ പിള്ളേരില്ല, ട്രെയിനിന് പിള്ളേരില്ല. അവൻ്റെ ബിസിനസ്സിന് വേണ്ടി നിയമം മാറ്റി എലിജിബിലിറ്റി എപ്പോൾ ആണെന്ന് പറഞ്ഞു. അവർ എൻ്റെ അഭിപ്രായത്തോട് ചോദിച്ചു, നിങ്ങളതിനെതിരെ പറയണമെന്ന് പറഞ്ഞു. എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തേണ്ടത് വിദ്യാഭ്യാസ അവകാശം പറയുന്നത് കുട്ടി അധ്യാപനം വരുമ്പോഴേ മുന്നാണ് കാര്യങ്ങൾ. അല്ല, അധ്യാപകനായി കഴിഞ്ഞാൽ നിങ്ങൾ അധ്യാപകനാണ്, യോഗ്യനാണെന്ന് പറഞ്ഞ് രാമദാസൻ മറ്റേ സർട്ടിഫിക്കറ്റ് അവിടെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ, അതെ അവിടെ തമിഴ്നാട്ടിൽ പോയി പഠിച്ചു, ഞാൻ അധ്യാപകനായ യോഗ്യനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പിന്നെ ഞാനൊരു പരീക്ഷ എഴുതുന്നത് പറയുന്നത് സാമൂഹിക നീതിക്ക് നയിക്കുന്നതല്ല. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് MP സതീഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ മുഖ്യാതിഥിയായി. S നസീർ ഹുസൈൻ, K ശ്രീജേഷ്, K ശശി, P മായ, M മനോജ്, MC മനോജ്, N ഷീജ, KT അസീസ്, G ദേവദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗവും നടത്തി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ പയറിനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടി തിരുമിറ്റക്കോട് സ്വദേശിയായ കർഷകൻ നാരായണനും മകൻ ശ്രീകാന്തും കൃഷിയിടത്തിലെ വിളവെടുപ്പും തുടങ്ങി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അപൂർവ, ശ്രീനന്ദ എന്നീ പയർ വർഗ്ഗങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുന്നത്. വട്ടോളിയിലെ കർഷകനായ നാരായണനും മകൻ ശ്രീകാന്തുമാണ് ഈ പുതിയ പയറിനം കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുന്നത്. നട്ടാൽ 40-ാം ദിവസം വിളവ് തുടങ്ങുന്നതാണ് അപൂർവ. 65 ദിവസത്തോളം ഈ പയറിനത്തിൽ നിന്നും വിളവെടുക്കാനാകും. നട്ടാൽ 35-ാം ദിവസം മുതൽ 55 ദിവസം വരെ വിളവ് തരുന്നതാണ് ശ്രീനന്ദ പയർ വർഗം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് വട്ടോളി മംഗലംകോട്ടിൽ നാരായണനും മകൻ ശ്രീകാന്തും ഇത് കൃഷി ഇറക്കിയത്. മികച്ച വിളവ് തന്നെ ലഭിച്ചെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടാമ്പിയിൽ നിന്ന് തന്ന പയർ വിത്തിൽ നിന്നാണ് നമ്മൾ പയർ കൃഷി വളരെ മെച്ചത്തോടുകൂടി നമുക്ക് കിട്ടിത്തുടങ്ങിയത്. ആദ്യം അപൂർവ പറഞ്ഞ വിത്താണ് സാറ് നമുക്ക് തന്നത്. അതിൽ നിന്ന് അത്യുത്പാദന ശേഷിയുള്ള പയറാണ് നമുക്ക് ഉണ്ടായത്. ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് 40 കിലോ ഒന്നരാടം നമ്മൾ പൊട്ടിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, നന്നായി ഉണ്ടാവും. ഒരുപാട് വള്ളിയും കാര്യങ്ങളൊന്നുമില്ല, ഒരേ ലെവലിൽ നിന്ന് നമുക്ക് പൊട്ടിക്കാനും വളരെ സുഖമാണ്. അപ്പോൾ എത്ര ചെറിയ സ്ഥലത്താണെങ്കിലും ആൾക്കാർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഉൽപാദനം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ശ്രീനന്ദ പയർ അതേപോലെ അപൂർവ പയർ എന്നുള്ള വിത്ത് കൃഷി ചെയ്യുക. അപ്പോൾ നല്ല ലാഭം ഉണ്ടാവും. നമ്മൾ ചെറിയ സ്ഥലത്ത് നിന്നാണ് നമുക്ക് 40 കിലോത്തോളം നമ്മൾ ഒന്നരാടം പൊട്ടിക്കുന്നത്. അല്ലാതെ തന്നെ പാടത്ത് വരുന്ന എല്ലാവർക്കും നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് ആൾക്കാർ പാടത്തേക്ക് വരും. അവർക്ക് നമ്മൾ ഡെയിലി പൊട്ടിച്ച് കൊടുക്കും. എന്നിട്ടാണ് നമുക്ക് 40 കിലോ നമുക്ക് കിട്ടിയത്. പടർന്ന് പന്തലിക്കാതെ ചെടി രൂപത്തിലുള്ള പയറിനം കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ വിളവ് നൽകുന്നുണ്ട്. നല്ല വരുമാന മാർഗമാണ് ഈ പയറിനങ്ങൾ നൽകുന്നതെന്നും ഇവർ പറയുന്നു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ SM പുരുഷോത്തമന്റെ നേതൃത്വത്തിലാണ് പയറിനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. പുതിയ ഇനങ്ങൾ 2ാം വിളയായി കൃഷി ചെയ്യാനാണ് ഉത്തമം. 3 തവണ വലിയ വിളവ് ലഭിക്കുമെന്നും പ്രൊഫസർ പുരുഷോത്തമനും സൂചിപ്പിക്കുന്നു. നെല്ല് ഗവേഷണ കേന്ദ്രം മേലെ പട്ടാമ്പിൽ നിന്ന് 2 പയർ പുതിയ വെറൈറ്റി ഇറക്കിയതാണ്. അത് നമ്മൾ നേരത്തെ വന്നിട്ട് കർഷകർക്ക് വേണ്ടി നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് യൂണിവേഴ്സിറ്റി ലെവലിൽ അത് റെക്കമെൻഡ് ചെയ്ത് പോയി അത് റിലീസ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആകാനുള്ള സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേൾഡ് പയർ ദിവസത്തിന് നമ്മൾ നാരായണനെ ക്ഷണിച്ചിരുന്നു. കുറേ കർഷകരെ ക്ഷണിച്ച് അന്ന് നമ്മൾ വന്നിട്ട് ബഹുമാനിക്കുമായിരുന്നു. അന്ന് നാരായണൻ നമ്മൾ വന്നിട്ട് നേരത്തെ ഈ കൃഷി ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഈ 2 പുതിയ വിത്തനങ്ങളും അപൂർവയും ശ്രീനന്ദാമും കൊടുത്ത് അവർക്ക് കൃഷി ചെയ്യാൻ എന്നിട്ട് പ്രോത്സാഹിപ്പിച്ചു. വെണ്ട, ചീര, മുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളും ഇവരുടെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട്. വിപണികളിലെ വിൽപ്പനയ്ക്കൊപ്പം പ്രാദേശികമായി നിരവധി ആളുകൾ ഇവരുടെ കൃഷിയിടത്തിലെത്തി പച്ചക്കറികൾ വാങ്ങുന്നുണ്ട്. തൃത്താലയിൽ കിണറിൽ വീണ മൂർഖൻ പാമ്പിന് 2 ദിവസത്തിന് ശേഷം മോചനം. തൃത്താല തച്ചറംകുന്ന് പണ്ടാരി വീട്ടിൽ വേണുഗോപാലന്റെ വീട്ടിലെ കിണറിലാണ് മൂർഖൻ പാമ്പ് വീണത്. 2 ദിവസം മുമ്പ് വീണ പാമ്പിനെ കരയ്ക്കു കയറ്റാൻ വീട്ടുകാർ പല വഴി സ്വീകരിച്ചെങ്കിലും പാമ്പ് കരയ്ക്കു കയറാതെ കിണറിൽ തന്നെ കഴിയുകയായിരുന്നു. തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ സുധീഷ് കൂറ്റനാടിനെ വിവരമറിച്ചതനുസരിച്ച് കിണറിലിറങ്ങി മൂർഖനെ ശാസ്ത്രീയമായ രീതിയിലൂടെ പിടികൂടി കരയിലെത്തിച്ചു. 4.5 അടിയിലേറെ നീളമുള്ള മൂർഖൻ പാമ്പിനെ പിന്നീട് വനമേഖലയിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.